നിങ്ങൾ സ്റ്റെക്ക് ആയിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ തുടങ്ങിയിട്ടുള്ളത് അല്ലെ, എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്നത്. യെസ്, പല ബിസിനസ് ഓണേഴ്സും സത്യത്തിൽ ഇതാ എന്തുകൊണ്ടാണ് സ്റ്റെക്ക് ആയിട്ടിരിക്കുന്നത്. വൈ യു ആർ സ്റ്റെക്ക്? നിങ്ങൾ സ്റ്റെക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, ഓൺലൈനോട് സെയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഓഫ്ലൈൻ തന്നെ സെയിൽ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്റ്റെക്ക് ആയിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങൾ സ്റ്റെക്ക് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാറാൻ തയ്യാറല്ല എന്നതാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു ആ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് അത് തന്നെ ചെയ്താൽ മതി, വേണമെങ്കിൽ കസ്റ്റമർ വന്നാൽ മതി, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിറയെ സെയിൽ നടക്കുന്ന, പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറല്ല, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറല്ല, ഒന്നിനും തയ്യാറല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ മാറുക. ഓക്കെ, അതിനുശേഷം എവിടെയാണ് നിങ്ങൾ സ്റ്റെക്ക് ആയിട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റെക്ക് ആയിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ തുടങ്ങിയിട്ടുള്ളത് അല്ലെ, എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത് സോൾവ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ തയ്യാറായേ പറ്റൂ. അപ്പൊ ക്രിയേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രോ, ഇതിലേക്ക് ഫാസ്റ്റ് ആയിട്ട് വരിക. നിങ്ങൾ കാലെടുത്ത് വെക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടോ, ഡെയിലി ഓടുന്നുണ്ടോ, നിങ്ങൾ ഓടിയിട്ട് കാര്യമില്ല, അത് നിങ്ങൾക്ക് എവിടെ എത്തില്ല, കാരണം നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, കസ്റ്റമർ ഹണ്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കസ്റ്റമർ ഫാമിങ്ങിലേക്ക് വരണം. കസ്റ്റമറെ എന്ത് ചെയ്യണം, അട്രാക്ട് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോഴും ക്രിയേഷൻ പാർട്ടിൽ മാത്രം നിൽക്കാതെ, ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വരുന്നത്, ഒന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അതായത് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് എന്ത് ചെയ്യുക, ഗ്രോത്തിലേക്ക് എത്തുക. ചില ആളുകൾ ഗ്രോത്തിലേക്ക് വരും, പിന്നെ നേരെ എന്ത് ചെയ്യും, താഴേക്ക് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പോക്കാം. അപ്പൊ അതല്ല വേണ്ടത്. നമുക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ലെവലിലേക്ക് വരണം. ചെറിയ പണ്ടായാലും ഡൗൺ ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ പ്രശ്നമില്ല. അപ്പൊ ഗ്രോത്ത്, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യണം. കാരണം ഗ്രോത്തിലേക്ക് എത്തി അതിന് സ്കെയിൽ ചെയ്യാൻ പഠിക്കണം, കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലൊരു എന്ത് ചെയ്യണം, ഓക്കെ സിസ്റ്റം, ഓക്കെ സിസ്റ്റം സെറ്റ് ചെയ്യണം. ആ സിസ്റ്റം സെറ്റ് ചെയ്താൽ മാത്രമാണ് പിന്നെ നിങ്ങൾ ഇല്ലാണ്ടും അത് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ നിലനിർത്താനും കൂടി പഠിക്കണം. ഓക്കെ, ഇതും കൂടി ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ആവാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ കിടന്നോടുക, പണിയെടുക്കുക, ഒരു കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾ ഉദ്ദേശിച്ച ഡ്രീമിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ചിക്ക് മൈ ബൈ.